ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു നൂൽപുട്ട തയ്യാറാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇടിയപ്പം. ഇടിയപ്പം എന്നും പറയും, നൂൽപുട്ടം എന്നും പറയും. ഇത് പല രീതിയിൽ പറയുന്നുണ്ട്. അത് ഞാൻ തയ്യാറാക്കാനുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ബൗളിൽ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിനകത്തോട്ട് തട്ടാം. വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കുമിളകളായി വരുന്നുണ്ട്, തിളയ്ക്കുന്നുണ്ട്. അധികം തിളയ്ക്കണ്ട. ഇതിനകത്ത് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും നിർത്താം. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിക്കാവും. വെള്ളം കൂടിപ്പോയാൽ പാടാതെ ചെയ്യാൻ. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുഴച്ച് കൊടുക്കാം കൈ വെച്ച്. ഇപ്പോൾ ഇത് പരുവത്തിന് ആയി. ഇത്രയും വെള്ളമേ ആകാവൂ. നമ്മൾ കുഴച്ച് വെച്ചിട്ടിട്ട് നല്ലോണം ഈ പരുവയാവും. ഇനി നമുക്ക് സേവനാഴി എടുത്തിട്ടുണ്ട്. അതിൽ കുറേച്ച് ഇട്ട് കൊടുക്കാം. ഉരുളകളാക്കി കുറേച്ചിട്ട് കൊടുക്കുക. ഞാൻ ചെയ്തൊരു വാഴയില വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ മാവ് ഇട്ടത്. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിന് തട്ടിലും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഞാൻ ഇങ്ങനെ വാഴയില വെച്ചിട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടം. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ വാഴയില ഇങ്ങനെ വെച്ച് അതിനകത്ത് ഇങ്ങനെ കറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇങ്ങനെ ഉണ്ടാക്കാം. ബാക്കിയും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി വരുന്നതും കൂടെ ഉണ്ടാക്കി ഇതേപോലെ വെച്ചിട്ടുണ്ട്. അത് വെന്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യമേ വെച്ച ഇത് വെന്തിട്ടുണ്ട്. ഇടിയപ്പം വെന്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് മറ്റേത് വയ്ക്കാം. നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചത് വയ്ക്കാം. അതെല്ലാം എടുത്തൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതും എടുത്ത് വെച്ച് ഇതൊന്ന് ആവിയിട്ട് വേവിക്കാം. അങ്ങനെ നമ്മുടെ നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കൂടെ മറ്റേ പാത്രത്തിലോട്ടാക്കാം. അങ്ങനെ നമ്മുടെ നൂൽപുട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. നൂൽപുട്ടെന്നും പറയും, നമ്മൾ ഇടിയപ്പം എന്നും പറയും. പല സ്ഥലങ്ങളിൽ പലതാ പറയുന്നത്. ഇത് ഇടിയപ്പമാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ കടലക്കറി. അതിൻ്റെ കൂടെ മുട്ടക്കറി വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് കടലക്കറിയാണ് എടുത്തേക്കുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട്. ഇത് രണ്ടും എന്ത് വേണമെങ്കിലും നമുക്ക്
ഇത് ഈ പറയുന്ന രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ പല സ്ഥലങ്ങളിലാണ് പറയുന്നത്. ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാം. വലിയ പാടൊന്നുമില്ല ഇത് തയ്യാറാക്കാനായിട്ട്. വെള്ളം ഒന്ന് ചൂടാക്കുന്ന പാടേ ഉള്ളൂ. പിന്നെ ഈ മാവൊന്ന് കുഴച്ച് ഒന്ന് അതിനകത്തിട്ട് ഒന്ന് ശിവനാഴിയിലിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ളേ ഉള്ളൂ. അല്ലാതെ പാടൊന്നുമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ്സും കഴിക്കാം നമുക്ക്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള കുറേ റെസിപ്പീസുമായിട്ട് നാളെ വരാം. എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഇലയിലൊക്കെ ഞാൻ ചെയ്തത്, അതേപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിങ്ങനെ ട്രൈ ചെയ്തെടുക്കാം.